ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ, എപ്പോഴും വിശപ്പാന്ന്. അപ്പോൾ വിശപ്പ് എന്ത് കഴിച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ വിശക്കും എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ പിന്നെ ഷുഗറുള്ളവർക്ക് പ്രത്യേകിച്ച്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ മെഡിസിൻ എടുക്കുന്നവർക്ക് അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ടെൻഷൻ കയറുമ്പോൾ, അതെനിക്ക് ഒത്തിരി പേര് അങ്ങനെ അറിയാം. എൻ്റെ പാർലറിൽ വന്നിരുന്ന ഒത്തിരി പേര് പറയാറുണ്ട് ടെൻഷൻ കയറുമ്പോൾ കുറേ ചോറെടുത്ത് കഴിക്കുമെന്ന്. അങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാരണമുണ്ട്. പിന്നെ അലസത, ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കാനോ തിന്നാനോ ഒക്കെ തോന്നും. എന്താണെന്ന് വിശക്കുമല്ലോ, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്കിങ്ങനെ എപ്പോഴും വിശക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്നോ, എപ്പോഴും നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു പിന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഫുഡുകൾ തിരഞ്ഞെടുക്കണം. അത് ഏതൊക്കെ ഫുഡുകളാണെന്നോ, മെയിനായിട്ട് പ്രോട്ടീൻ ഫുഡ്, അതുപോലെ ഫൈബർ ധാരാളം അടങ്ങിയ ഫുഡ്, ഹെൽത്തി ഫാറ്റ്, ഇതൊക്കെയാണ് എപ്പോഴും നമ്മുടെ വയറിങ്ങനെ നിറഞ്ഞിരിക്കും. നമുക്കിങ്ങനെ വിശക്കില്ല, പെട്ടെന്ന് ഇങ്ങനെ വിശപ്പ് തോന്നില്ല. അങ്ങനെയൊക്കെ പിന്നെ അതിനൊക്കെ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വളരെ സാവധാനം ചവച്ചരച്ച് സന്തോഷത്തോടു കൂടി കഴിക്കണം. അതൊരു മെയിൻ റീസണാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ സമയം നോക്കി അയ്യോ എന്നും പറഞ്ഞു വേഗം അങ്ങോട്ട് വാരി കഴിക്കുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കണത് നമ്മൾ പോലെ അറിയില്ല. പിന്നെ അങ്ങനെ വരുമ്പോഴും നമുക്ക് ആ വിശപ്പ് അങ്ങ് മാറിയതായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് ഉറങ്ങണം, പിന്നെ എക്സസൈസ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കിതിനെ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്രോട്ടീൻ പിന്നെ കലർന്ന ഭക്ഷണം, പ്രോട്ടീനുള്ള ഭക്ഷണം എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് മുട്ടയാണല്ലേ. അത് ശരിയാണ്, മുട്ട തന്നെയാണ്. എല്ലാ ദിവസവും ഒരു മുട്ട നമുക്ക് കഴിക്കാം. പിന്നെ മുട്ട കഴിക്കാത്തവർക്ക് പനീർ കഴിക്കാം. പിന്നെ നട്ട്സ്, അതുപോലെ അതിൽ പിന്നെ നമ്മുടെ പിന്നെ ചിക്കൻ, പിന്നെ ഫിഷ്, ഇതൊക്കെ കഴിക്കുന്നവർക്ക് വലിയ വിശപ്പൊന്നും തോന്നില്ല. അപ്പോൾ അങ്ങനെ പ്രോട്ടീൻ ഉള്ള ഫുഡുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കണം. ഇപ്പോൾ വെജിറ്റേറിയൻസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം, പ്രോട്ടീൻ അടങ്ങിയ വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഫൈബർ എന്ന് പറയുമ്പോൾ ഫൈബറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണെന്നോ, നമ്മുടെ പെട്ടെന്ന് വയറ് നിറഞ്ഞതുപോലെ തോന്നുകയും ചെയ്യും, പക്ഷേ ദഹനം സ്ലോവിലേ നടക്കുള്ളൂ കേട്ടോ. ഈ ഫൈബർ കഴിക്കുമ്പോൾ ദഹനം സ്ലോവിലേ നടക്കുള്ളൂ. ഇപ്പോൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പഴങ്ങളും പച്ചക്കറികളും കേട്ടോ. പഴങ്ങളിൽ തന്നെ നമ്മുടെ ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സ്, അവോക്കാഡോ, ബനാന തുടങ്ങിയ പഴങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വിശക്കണ സമയത്ത് ഒന്ന് എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ പച്ചക്കറി നോക്കുകയാണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ മധുരക്കിഴങ്ങ് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുത്ത് ഫൈബറുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കാം. അപ്പോൾ ഇടനേരം നിങ്ങൾക്ക് വിശക്കണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോയി ചോറെടുത്തുകൊണ്ടാണ്ട് ഒരു ക്യാരറ്റ് കഴിക്കുമോ, ഒരു പിടി കപ്പലണ്ടി കഴിക്കുമോ, അതല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് കഴിക്കുമോ, സാലഡ് കഴിക്കുമോ. ഈ സാലഡിലൊക്കെ നമുക്ക് ഇച്ചിരി ഒലിവ് ഓയിലും ഒക്കെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ഫാറ്റും കൂടെ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ ഫൈബർ അടങ്ങിയ ഫുഡുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് കഴിക്കാം. പിന്നെ ഇലക്കറികൾ നല്ലതാണ് കേട്ടോ. ഈ ഫൈബറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇലക്കറികളെയും കൂട്ടാൻ, ചീര, അതുപോലെ ബ്രോക്കോളി തുടങ്ങിയുള്ള ഇലക്കറികൾ, പച്ച നിറത്തിലുള്ള ഇലക്കറികൾ ഏറ്റവും നല്ലതാണ്. ഒത്തിരി നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നത്തിനും വിശപ്പ് കുറയുന്നതിനും വയറ് നിറഞ്ഞതായിട്ട് തോന്നുന്നതിനും എല്ലാത്തിനും ഇലക്കറികൾ കേട്ടോ. പിന്നെ പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ഗ്രീൻ പീസ്, ഇതെല്ലാം നമുക്കിങ്ങനെ ഇടനേരം വിശക്കുമ്പോൾ ഇച്ചിരി പിന്നെ നമ്മുടെ അച്ചിങ്ങ പയർ ഉണ്ടല്ലോ, പച്ചപ്പയറെന്ന് നമ്മൾ പറയില്ല, അച്ചിങ്ങ ബെസ്റ്റാണ്. നിറയെ അതിൻ്റെ അകത്ത് ഫൈബറാണ്. അപ്പോൾ നമുക്കത് ഒരു 2-3 സ്പൂണൊക്കെ കഴിക്കാം. എന്താ നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ കാർബോഹൈഡ്രേറ്റും ഒഴിച്ച്, അതുപോലെ മധുരപലഹാരങ്ങൾ ഒക്കെ ഒഴിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കുറച്ച് കഴിക്കാം. പിന്നെ ഈ 3 നേരം എന്നുള്ളൊരു ഭക്ഷണം എന്നുള്ളത് നിർത്തിയിട്ടേ നിങ്ങളതൊരു പിന്നെ 4-5 നേരമെങ്കിലും ആക്കണം. അത് കുറേശ്ശെ കേട്ടോ. ഇങ്ങനെ നമ്മുടെ പ്ലേറ്റ് ഒന്ന് ചെറുതാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഭക്ഷണം കുറച്ചെടുത്താൽ മതി. അപ്പോൾ രാവിലെ നമ്മൾ കഴിച്ച്
1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വിശക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എടുത്ത് കഴിക്കുമല്ലോ, അപ്പോൾ അത് കൂടും. അതിപ്പോൾ രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് നമ്മുടെ ആ പ്ലേറ്റ് ഒന്ന് ചെറുതാക്കുക, അത് നിറച്ച് നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു 11-11:30 ആകുമ്പോൾ നമുക്ക് വിശക്കുമ്പോൾ കുറച്ചും കൂടെ കഴിക്കാം. അങ്ങനെ നമ്മളൊന്ന് ചെയ്താലും നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഹെൽത്തി ഫാറ്റാണ്. ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ ഈ എഗ്ഗൊക്കെ അതിനകത്ത് ചേർന്നാണ് കേട്ടോ. എഗ്ഗ്, അതുപോലെ നട്ട്സ്, സീഡ്സ്, കപ്പലണ്ടി, ചോളം, ഇതൊക്കെ നമുക്ക് പിന്നെ ഹെൽത്തി ഫാറ്റാണ്. ഒലിവ് ഓയിൽ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ അതിലൊഴിച്ച് നമുക്ക് കഴിക്കാം. അതുപോലെ വിശക്കുമ്പോൾ ഒരു പിടി കപ്പലണ്ടി തിന്നാം. അതിനൊന്നും അധികം വിലയില്ലല്ലോ. നമുക്ക് സാധാരണ നമ്മുടെ അടുക്കളയിലുള്ള വിഭവങ്ങൾ കാർബോഹൈഡ്രേറ്റും മധുരപലഹാരങ്ങളും ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് ഇടനേരം കുറേശ്ശെ കഴിക്കാം. സാലഡാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ ബീറ്റ്റൂട്ടും ക്യാരറ്റും ആപ്പിളും കൂടെയൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് ബീറ്റ്റൂട്ടും ക്യാരറ്റും ആപ്പിളില്ലേലും കുഴപ്പമില്ല, ഒരു ചെറുനാരങ്ങ എടുത്ത എല്ലാം കൂടെ നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. അപ്പോഴും നമുക്ക് വിശപ്പ് ശമിക്കും. പിന്നെ 4 മണിക്കാണെങ്കിൽ ഒരു പിടി കപ്പലണ്ടി കഴിക്കാം. പിന്നെ രാവിലെ നമുക്ക് മുട്ട കഴിച്ചാൽ തന്നെ നല്ലോണം വിശപ്പിനെ ഒരു ശമിപ്പിക്കും കേട്ടോ. അതുപോലെ ഓട്സ് നല്ലതാണ്. കീൻവയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് എടുത്തിട്ട് കാണണം. അപ്പോൾ വിശപ്പ് ശമിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് വിശപ്പാണ്, പിന്നെയും വിശക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണണം. എന്തോ മാനസിക പ്രശ്നമാണെന്ന് തീരുമാനിക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുക. പിന്നെ എക്സസൈസ് ചെയ്യണം. അതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ വീടിൻ്റെ അകത്ത് നടക്കെങ്കിലും വേണം. പിന്നെ മുറ്റത്താണെങ്കിലും ഒക്കെ നമുക്കൊന്ന് നടക്കും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രീ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ വിശപ്പ് സഹിക്കാൻ ഏറ്റവും ആവശ്യം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പ്രോട്ടീനും അതുപോലെ ഫൈബറും ഹെൽത്തി ഫാറ്റുമാണ്. ഈ 3 ഐറ്റംസ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടെൻഷൻ അകറ്റുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് വിശപ്പ് സഹിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. എന്നെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒത്തിരി പേരുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്താലാണ് എൻ്റെ അടുത്ത വീഡിയോസ് കിട്ടുള്ളൂ. എന്നെ കാണുമ്പോൾ ഓടി വന്ന് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഒത്തിരി കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കാണുന്നവർ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.